എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് കൊടുത്ത പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നേക്കാണ് കേസ്. ഇന്നലെ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ അപ്പോഴൊക്കെ വേണ്ടി വെച്ച് ഇറങ്ങിന്ന് പോയി കേസ്. നമ്മൾ കളിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്ന് രാവിലെ കയറി. ഇന്നിപ്പോൾ രാവിലെ രാത്രിയാണ്. രാത്രി കയറിയിട്ട് ഞാൻ ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇടുന്നത് അതെന്നാക്കണത് എല്ലാം ഉണ്ട്. 4 5 6 അതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാറുണ്ടല്ലേ, ഇങ്ങനെ വെക്കാറില്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് കുറച്ച് അധികം സ്റ്റോറേജ് എനിക്ക് കിട്ടും. എനിക്കങ്ങനെ സ്റ്റോറേജിന് ആവശ്യമുണ്ട്. എനിക്ക് ഒരു സ്ഥലത്ത് ഫുൾ ചെസ്റ്റ് എനിക്ക് വേസ്റ്റ്. ഇങ്ങനെ എന്തായാലും എനിക്ക് ഇങ്ങനെ ആയാലും 1-2 സ്റ്റക്ക് ചപ്പം നമ്മൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഹൗ ദിസ് ഈസ് പോസിബിൾ? ഇത് ഏതൊരു ചെണ്ട ബെഡ്റോക്കാ ജാവയാ? കാരണം ഏതൊരു എഡിഷനിൽ മാത്രമേ അതിങ്ങനെ പറ്റുള്ളൂ. ഇവിടെ ഫുള്ള് കാലൊക്കെ നീണ്ട ഹാപ്പി മോഡ് ഗൈസ്, ഹാപ്പി മോഡ്. പാലൊക്കെ വേണ്ട കാരണം ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാകാൻ പറ്റില്ല. പഠിക്കണ്ടല്ല എനിക്ക് ഇവിടെ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കണം. അത് സ്റ്റോറേജ് ചെയ്യുമെന്ന് ചോദിക്കുമെന്ന് എനിക്ക് എന്നോടൊക്കെ. നമുക്കത് ഷോ ആയാലും എന്തായാലും നമുക്ക് സ്റ്റോറേജ് സിസ്റ്റം എന്തായാലും വേണം. ഫ്രിഡ്ജെല്ലാം പഠിപ്പിച്ചത് ഒന്നും മറന്നിട്ടില്ല ഗൈസ്. പ്രശ്നങ്ങൾ ഇങ്ങനെ കാണിക്കും. എനിക്ക് ഇത്രയൊക്കെ ഐറ്റംസ് സോർട്ട് ചെയ്യാനുള്ളൂ. അവിടെ ഇവിടെ ഇങ്ങനെ നേരെ വെച്ചാൽ നടക്കുള്ളൂ. കാരണം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് 2 ബ്ലോക്ക് സ്ഥലമൊന്നും വേണം. അല്ലെങ്കിൽ എനിക്ക് താഴെ കൊടുക്കുന്നത് അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ വെച്ച് അവിടെ എന്തിനെ കൊന്നിട്ട് കിട്ടണത് എൻ്റെ കാണില്ല. ഇപ്പം പോസ്റ്റൊക്കെ വെക്കാൻ നമ്മളങ്ങനെ നമ്മുടെ ഫുഡ് ഐറ്റംസ് വെക്കാൻ അത് കാണുന്നുണ്ടോ? ഗൈസ് എനിക്ക് ഭയങ്കര ഇവിടെ എവിടെയോ അടുത്തൊരു ഔട്ട് പോസ്റ്റ് ഉണ്ട്, വില്ലേജർ ഔട്ട് പോസ്റ്റ്. കാരണം ഞാൻ ഇത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗൈസ്
അടുപ്പിച്ച് 4-5 ഇത് വേഗം വന്ന് മറ്റേ വില്ലേജേഴ്സ് ഇല്ലേ, വില്ലേജേഴ്സ് അമ്മ വേഗം വന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ എവിടെ ആൾക്കാരുണ്ട്. 19 വേണ്ട, 19 ആവശ്യമില്ലടേ. 19 ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ 19 വെക്കേണ്ട സ്ഥലമൊന്നും വേണ്ട. ഇത് 19 ഇത് പൊട്ടിച്ചെടുത്തിട്ടേ ഇറങ്ങുന്നു. അതും കുറച്ചുകൂടെ ഇതായി. സ്റ്റോറേജ് ഇത് മതി. ഇതാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ കിടക്കി വലിയ കഷ്ടം. ഞാൻ എപ്പോഴും ഒരു കാര്യം പഠിപ്പിക്കുന്നത്, നമ്മുടെ ഒരു സ്റ്റോറേജ് സിസ്റ്റം നമ്മുടെ പ്രഷ്യസ് ആയിട്ട് ഇതായിരിക്കട്ടെ. പ്രഷ്യസ് ആണ്, പ്രഷ്യസ്. നമുക്ക് ശുദ്ധിയാണ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഡിഗ്രേഡ് കീ ചെയ്യും. ഞാൻ ഇവിടെ സാധനങ്ങളുണ്ടെന്ന് വെച്ച് നോക്കട്ടെ. എല്ലാം എനിക്ക് തികയോന്ന് നോക്കട്ടെ. എൻ്റെ സാൻഡ് എല്ലാം എത്ര അങ്ങനെ സ്റ്റാക്കാണ്. അതങ്ങോട്ട് അടച്ചിടണ്ടേ. എൻ്റെ ക്ലോക്ക് ഉണ്ടെന്ന് വെക്കണം. ഇവിടെ നേരത്തെ ലൈറ്റിങ് ചെയ്യണം. എനിക്കൊരു ബെഡ് ഉണ്ടാക്കി വെക്കണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ ചുമ്മാ ഒരു ബിൽഡിംഗ് സിസ്റ്റം വെച്ചിരുന്നത് ഒരു ഷോയ്ക്ക്. അതെ ഒരു റൂം പഠിച്ചു. എനിക്ക് ഈ കോളല്ല എന്തെങ്കിലും സ്മെൽറ്റ് ചെയ്യാൻ പറ്റൂലേ? ഇത് ഫ്യൂലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പേപ്പറൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. പേപ്പർ എന്തെങ്കിലും കത്തിക്കാൻ പറ്റുമല്ലോ. ഇത് എന്തിനാ ഉണ്ടാക്കി? ഫുഡ് ഐറ്റംസിൻ്റെ പെട്ടി. ഇത് ഫുഡ് ഐറ്റംസ് അല്ല, നമുക്കിവിടെ നേച്ചർ ഐറ്റംസ് ആക്കാം. ഷുഗർക്കേനത് ഫുഡൊക്കെ ഒരു ടൈപ്പ് നേച്ചർ അല്ലേ? നേച്ചർ ഐറ്റംസ് ആണത്. ഇതുപോലും ഷുഗർക്കേനൊക്കെ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കട്ടെ. എല്ലാവർക്കും ഷുഗർക്കെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയോ എന്തൊരു അർത്ഥമുണ്ട്. ചിലപ്പോൾ പറ്റിയിരിക്കും. നോട്ടീസുണ്ടായിരുന്നു മഴ പറ്റിയിരുന്നത്. ഇവിടെയൊക്കെ എനിക്ക് ഇനിയും ഡിസൈൻസ് ചെയ്യാറുണ്ട്. ഫിഷർമാനുണ്ട്. ബുക്ക് ആവില്ല. എനിക്കിപ്പോഴാണ് ബുക്ക് ഉണ്ടാക്കാനുള്ള അച്ചീവ്മെന്റ് വേണം. ഇപ്പൊ പൊളിച്ച് പേപ്പറാക്കാൻ പറ്റില്ലേ? ഉണ്ടാക്കണമെന്ന് ഒന്നുമില്ലേ? ഷുഗറൊക്കെ വേറെ ഐറ്റംസാണ്. ഇവിടെ വെക്കണം. നേച്ചർ ഷുഗർ നമ്മൾ റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ വയ്ക്കും. റെഡ് സ്റ്റോൺ നമ്മൾ എല്ലായിടെ ഇപ്പോൾ ഓറും അവിടെ കൊണ്ടുവന്ന് തട്ടണം. എനിക്കിതെല്ലാം അതൊക്കെ സത്യം പറയാൻ ഇത് ഇങ്ങനത്തെ എനിക്ക് വേണ്ട.
ഇത്ര ഇതിരിക്കുന്നതൊക്കെ എന്തിനാ എനിക്കിന് ഓരോ ദിവസം എത്ര ഇത് തീരുന്നത് വരെ എനിക്കാണെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കോൾ ഇരിപ്പുണ്ട് കുറവാ. എനിക്കൊരു കോള് ഓവർ വേൾഡിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഈ ഒരു സാധനം മാത്രം ഡിസ്പോണാവില്ല. അതൊന്നും ഡിസ്പോണാവാതിരിക്കാൻ വേണ്ടി ലെതർ കളയണം അല്ലേ. ഇതൊക്കെ നേച്ചറല്ലേ, നന്നായിട്ട് ഇന്നത്തെ വീടിൻ്റെ അവസാനം നമ്മൾ പറ്റുമെങ്കിൽ എന്താ പറയുക നെതർ നമ്മളങ്ങോട്ട് ഓപ്പൺ ആക്കും. പറ്റുമെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തന്നെ വീണ്ടും ഒന്ന് മൈനിങ്ങിനും പോകും. കോളും ഒരു 2-3 ദിവസത്തേക്ക് സ്റ്റാക്ക് വേണം. ഡയമണ്ട് വേണം. ഡയമണ്ട് കിറ്റ് ആവാനാണ് എൻ്റെ പ്ലാൻ. ഡയമണ്ട് കിറ്റ് ഫുൾ ആർമർ ഡയമണ്ട് എൻ്റെ പ്ലാൻ അതാണ്. ഈ റെയില് ക്രാഫ്റ്റിംഗ് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അവിടെയാണ് വെക്കണത്. ഓരോ ഇതാക്കുന്നത് ഇവിടെ ചെയ്യാത്ത പല കാര്യങ്ങളും എൻ്റെ വീടിൻ്റെ അകത്ത് ഞാൻ ചെയ്യണം. ഇത് വെക്കണ്ട, സ്റ്റാൻഡ് വെക്കും, കാരണം സാധനം അധികം ഉണ്ട്. തുറക്കുക, ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക, പിന്നീട് വയ്ക്കുക, പാകുക. ഇനിയാണ് മെയിൻ സാധനങ്ങൾ, എൻ്റെ ടൂൾസ്. എൻ്റെ നിറച്ച് എൻ്റെ ബോഡി സ്പോണായി കാണും. എൻ്റെ പൊന്നുകൊണ്ട് കയ്യിൽ പോയില്ല. അപ്പം അവളവിടെ പൊട്ടിച്ചിട്ട് ബോക്സ് പൊട്ടിച്ച് ചന്ദ്രന് ബോഡി സ്പോണാല് സാധനം ഡിസ്പോണായ അപ്പോൾ സെറ്റ് പോയാടെ നടന്നു. ഡിസ്പോണായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം കൂടെ കൊടുത്തേനെ. എനിക്ക് നെതറിൽ പോയിട്ട് വന്നിട്ട് നെതറിൽ നിറച്ച് എനിക്ക് ഇതെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പറഞ്ഞുതരാം കേസ്, എനിക്കിപ്പോൾ ഓർമ്മ വന്ന ഉടൻ ഞാൻ പറഞ്ഞു. എനിക്ക് നെതറിപ്പോൾ ഫസ്റ്റ് മെയിൻ കാര്യം കേസ്, എനിക്ക് കോഡ്സ് മൈൻ ചെയ്യണം. ഒന്നാമത്തെ കാര്യം കോഡ്സ്, രണ്ടാമത്തെ കാര്യം ഈ ഇത് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യും. എനിക്കൊന്നും കിട്ടണതാണ് ഫുഡല്ല, എനിക്ക് ലെതറായാലും എനിക്ക് അതൊക്കെ കൊന്നൊക്കെ കിട്ടണം. കൊന്നിട്ട് കിട്ടണ കാര്യങ്ങളെല്ലാം അവിടെ വയ്ക്കണം. പാരം വേണ്ട, കച്ചക്കച്ചക്കണ പാലം വേണ്ട, പാരം വേണ്ട, കച്ചപ്പരം വേണ്ട, പാരം വേണ്ട, കച്ചപ്പന എനിക്ക് ബെഡും കൂടെ. ഇതൊന്നും ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കല്ലേ. ഈ റെയിലൊക്കെ എംപോർട്ടൻ്റാണ്. ഈ പാരാൻഡ് എൻ്റെ ഇതിൻ്റെ വെട്ടിക്കകത്ത് 3 ലോഗ് കാണും.
അത് എടുത്തിൻ്റെ ഇതിലുണ്ട്. അത് വെച്ച് 2 ബെഡ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യണം. ഒന്നേ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാബലം ഒരു ബെഡും കൂടെ കൊണ്ടുവന്ന് വിൽക്കണം, സെറ്റാക്കണം. ഒരു ബെഡും കൂടെ അതൊക്കെ ചെയ്യും. എനിക്ക് നെതറിൽ നിന്നാണ് ഈ വുഡ് എടുക്കേണ്ട. എനിക്ക് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നെതറിൽ ഞാൻ വുഡ് എനിക്ക് നെതറിൽ നിന്ന് ഒരു നല്ലൊരു സ്റ്റോൺ കിട്ടണം. അതാണ് എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നല്ലൊരു സ്റ്റോൺ നെതറിൽ കിട്ടണം. എൻ്റെ ഇപ്പം എടുക്കുന്ന എല്ലാം എനിക്ക് അത്യാവശ്യമായിട്ടുള്ളതാവില്ല. ടൂൾസ് ഫുഡ് കഴിയുന്നോട്ട് വാട്ടർ ബക്കറ്റും കഴിയുന്നോട്ട് എപ്പോഴാണ് എമേജ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇരുന്നിട്ട് എനിക്ക് നൂലൊക്കെ ഇപ്പം കുറവാണ്. ഇത് 2 ചെസ്റ്റ് പിടിക്കുന്നത്. കുറേ ചെസ്റ്റ് എളുപ്പമാണ് ഉണ്ടാക്കുന്നതാണ്. ഈ സാധനം ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് മണ്ടേ കൊണ്ടങ്ങ് വെക്കാൻ പോവുകയാണ്. മണ്ടേ കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ അങ്ങ് ഷോർട്ട് ചെയ്ത് വെക്കും. പാലകം വേണ്ട, ഗുണപാരം വേണ്ട, പച്ചപ്പാലകം വേണ്ട, നാട്ടിപ്പാരം വേണ്ട. ആദ്യം വുഡ് ടൈപ്പ് അല്ല, വുഡ് തിങ്സ് എത്തോൾ വേറെ നത്തിങ്. എൻ്റെ ഓറ് ആ ടൈപ്പ് വെട്ടാനെടുക്കുക, ഇതിനകത്ത് അത് വെക്കുക. എമറൽഡ് 20 എമറൽഡ്. ഓപ്പി വരണുണ്ട് എമറൽഡ്. പിന്നെ ഫുഡ് ഐറ്റത്തിൽ ചെന്ന് ഗോൾഡൻ ക്യാരറ്റ് ഇപ്പം തൽക്കാലം ഉള്ളത് അത്രയും. എനിക്ക് ഇത് വെക്കണം, സ്ട്രിങ്. പിന്നെ ആനിമൽസ് ഇതിൻ്റെ കൊന്നാൽ കിട്ടുന്ന സൈക്കിൾ, ഐസ്, ഇതിൻ്റെ ഐസ്. പിന്നെ നമ്മളെ ബ്ലോക്ക് പിന്നെ നമുക്ക് കിട്ടുന്ന സീഡ് ഐറ്റംസ്, അതിന് കിട്ടുന്ന സീഡ് തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അതെല്ലാം ആവശ്യം വരുമ്പോൾ ഞാൻ എടുക്കാം ഗൈസ്. എനിക്കിത് ഇതുണ്ടാക്കണം, കമ്പോസ്റ്റർ ആ ടൈപ്പ്. എനിക്ക് വീറ്റ് അതെല്ലാം ഞാൻ കണ്ടുപിടിക്കും. വീറ്റ് മീൻസ് ഗൈസ് നമുക്ക് ഈ കൃഷി ചെയ്ത് കിട്ടണ എല്ലാ ടൈപ്പും നമ്മൾ ഫുഡ് ഐറ്റംസും എല്ലാം അവിടെ വെക്കണം. ഇനി എൻ്റെ കുറച്ചുകൂടെ ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഇനി എനിക്ക് ഈ കാര്യങ്ങൾ ഇവിടെ വയ്ക്കണം. ഇതൊക്കെ ഇവിടെ വയ്ക്കാം. വീട് ഇവിടെ വയ്ക്കണം. അയൺ വെക്കാൻ വേണ്ടിയുള്ള പെട്ടി അവിടെ, അയൺ പെട്ടി. എനിക്കിപ്പോൾ തൽക്കാലം സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റോൺ വരിക, എന്നിട്ടെടുക്കുക. ഇത് 3, 4, 5, 6, 7, 8 ഉണ്ടാക്കിയിട്ട് ഇവിടെ നിരത്തിട്ട് വയ്ക്കുക. ഇനിയും വേണം ഒരു സ്റ്റാക്ക് വേണ്ടി വരും. സ്റ്റോക്ക് സ്റ്റോണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. എനിക്ക് 4 എണ്ണം കൊണ്ട് വെച്ചിട്ട് തിരിഞ്ഞ കുഴപ്പമില്ല. എഴുതിക്കട്ടെ. ഇനിയും 2 എണ്ണം കൂടെ വയ്ക്കാം. വീണ്ടും വലിയ 2 എണ്ണം കൂടെ ഉണ്ടാക്കുക. ഇതാണ് എൻ്റെ കുഴപ്പം. ഇല്ലെങ്കിൽ തന്നെ ഒരുമിച്ചെങ്കിലും എനിക്കരവത്തം പറ്റി ഇത് കണ്ടിരുന്നു. അല്ല, ഇത് ഇവിടെ എൻ്റെ ഡയമണ്ട് പിക്ക്
പിക്കാക്സിന് പണിയുണ്ട്. പിക്കാക്സേ ഡയമണ്ട് പിക്കാക്സേ താഴെയില്ലേ? മറന്നുപോയി ഗൈസ്, മറന്നുപോയി ഗൈസ്. എനിക്ക് മിക്കവാറും ഇന്നത്തെ വീഡിയോ പാർട്ടായിട്ടൊക്കെ ആയിരിക്കും ഗൈസ്. റെക്കോർഡ് ചെയ്യുന്ന ഒറ്റയ്ക്കായിരിക്കും, അപ്ലോഡ് ആവുന്ന പാർട്ടായിട്ടായിരിക്കും. അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം ഗൈസ്. എന്ത് ചെയ്യണം, നല്ല അവസ്ഥയായിപ്പോയി. ഇങ്ങനെയെല്ലാം കൂടെ നമുക്ക് അറിയാമല്ലോ ഗൈസ്. ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഗെയിം ചെയ്യണ വീഡിയോ ആയിരിക്കും. ഇപ്പം 1.5 മണിക്കൂറായില്ല ഗൈസ്. ചില സമയത്ത് 1.5 മണിക്കൂറൊക്കെ ഗ്രെയിൻ ചെയ്യണ വീഡിയോസൊക്കെ ആയിരിക്കും. പക്ഷേ റെക്കോർഡാവില്ല അല്ല ആവില്ല. എന്ത് നമുക്ക് ഇതാവണില്ല, എനിക്ക് റെക്കോർഡാവില്ല, അത് മാത്രമേ ഉള്ളൂ. 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ഗ്രെയിൻ ചെയ്യുന്ന സത്യം പറഞ്ഞല്ല. ഞാൻ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ഗ്രെയിൻ ചെയ്യും. ക്ഷമമാണ് ഗൈസ്. 1.5 മണിക്കൂർ ഇരുന്ന് ഗ്രെയിൻ ചെയ്താലും ചില സമയത്ത് ഒറ്റ അടിക്ക് എനിക്ക് വീഡിയോ ആയിട്ടങ്ങ് ഇടാൻ പറ്റില്ല. പിന്നെ വീഡിയോ ഇത്രയും നേരമായിട്ട് കണ്ടോട്ടു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും പഠിക്കേണ്ട. ലൈക്ക് ഇവിടെ അടിച്ചും അടിച്ചൊന്ന് പൊളിക്കുക. ആ ലൈക്ക് ബട്ടനും ആ സബ് ബട്ടനും കേൾക്കണം ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ചുമ്മാ പറയണല്ലേ ഗൈസ്, നിങ്ങൾക്ക് ആ നമ്മളെ ലൈക്ക് ബട്ടനില്ലേ ഗൈസ്, അത് ഏത് കളറായിട്ടാണ് ഗൈസ് കാണിക്കണ? എൻ്റെ കൂട്ടുകാരന്മാർ പറയണ അപ്ഡേറ്റൊക്കെ ഒന്ന് ഇതിൽ മാറി, അങ്ങനെ മാറി മറിച്ചാണ് മറ്റാണ് അങ്ങനെയൊക്കെയാണ് ഗൈസ് പറയണത്. എനിക്കിപ്പോഴും അത് അങ്ങോട്ട് കൺഫേം ആയിട്ടില്ല. നോക്കണത് എൻ്റെ എന്തോന്ന് ഐറ്റംസ് ഇവിടെ വെക്കാൻ വല്ല ഐറ്റംസ് ഉണ്ട്. ഇപ്പോഴും കുക്കഡ് അല്ലാത്തതൊന്നും ഞാൻ ഇവിടെ ഇങ്ങോട്ട് കേട്ടില്ലേ. കുക്കഡൊന്നും അല്ലാത്തത് ബോൺമയിൽ നമുക്ക് ഫുഡ് അല്ല, കുക്കഡ് അല്ലാത്തവിടെ വേണ്ട. ഇതിങ്ങോട്ട് ഒന്നും ഇല്ല ഇവിടെ വെക്കാൻ. അപ്പം അതൊക്കെ വേഗം റീസ്പോൺ ആവുന്നതിന് മുമ്പ് എനിക്ക് കൊണ്ട് വെക്കണം. അല്ല ഇതിൻ്റെ അകത്ത് ഇരിക്കട്ടെ ഈ ഫ്ലഷ് ഐറ്റംസ്. മുന്നൂറ്റിപ്പാരം വേണ്ട ചപ്പച്ചപ്പനെങ്ങനെ, മുന്നൂറ്റിപ്പാരം വേണ്ട ഗജഗജഗജങ്ങനെ പാലകം വേണ്ട, പാരം വേണ്ട ഗജഗജഗജങ്ങനെ പാലകം വേണ്ട, വിനോദിപാരം വേണ്ട ഗജഗജഗജങ്ങനെ പാലകം വേണ്ട, വിനോദിപാരം വേണ്ട. ഇതാണ് പാട്. ഇതിങ്ങനെ കുത്തിയിരുന്ന് അങ്ങോട്ട് വെക്കണം, ഇങ്ങോട്ട് വെക്കണം, മറ്റേടുത്ത് വെക്കണം, മറിച്ച് വെക്കണം. ജസ്റ്റ് ഞാൻ ഇതെല്ലാം ഷോർട്ടാക്കി വെച്ചിട്ട് വരാം, ഇല്ലേ എനിക്ക് മടുപ്പാണ്. ജസ്റ്റ് 1 മിനിറ്റ് 10 മിനിറ്റ് ആയിരിക്കും. ജസ്റ്റ് ഞാൻ ഷോർട്ടാക്കി ഇതാ പറഞ്ഞു.